ഊത്തപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണല്ലോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് എന്നാൽ വളരെ സ്വാദിഷ്ടമായ ഒരു ഊത്തപ്പം എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിൻ്റെ കൂടെ ഒരു കിടിലൻ തക്കാളി ചമ്മന്തിയും. ഊത്തപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി. അല്ലാത്തവരൊന്ന് കണ്ടു നോക്കൂ. എന്തെല്ലാം വ്യത്യാസങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കും മനസ്സിലാവും. ഇത് നമ്മുടെ ദോശമാവ് ഒരു 3 ദിവസമെങ്കിലും പഴയ മാവാണ് നല്ലത്. അല്പമൊക്കെ പുളി വേണം. ഇനി ഞാനിവിടെ 2 സവാളയും 1 ക്യാരറ്റും 3 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റൊക്കെ ചേർത്താലും നമ്മളത് ചേർത്തിട്ടുണ്ടെന്ന് അറിയുക പോലുമില്ല. എന്നാൽ സ്വാദ് നല്ലോണം കൂടുകയും ചെയ്യും. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്യാരറ്റൊക്കെ ചേർക്കുക. ഒരു പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും ക്യാരറ്റും എല്ലാം ചേർത്ത് കൊടുക്കാം. എല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കാം. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മാവിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നല്ലപോലെ എല്ലാം ഒന്ന് വാടി വരട്ടെ. എന്നിട്ട് മാവിലേക്ക് ചേർക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ഊത്തപ്പത്തിന് ഒരു പച്ച സ്വാദ് വരും. ഉള്ളിയൊക്കെ പച്ചയായിട്ട് കിടക്കും. അപ്പം നല്ലപോലെ ഒന്ന് വാടിയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്താലും ഉടനെ തന്നെ ഇത് മാവിലേക്ക് ഇട്ട് കൊടുക്കരുത്. മാവ് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് ചൂടാറിയ ശേഷം ചേർക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്നതെല്ലാം മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിലർ ഊത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഈ വഴറ്റി വെച്ചിരിക്കുന്നതെല്ലാം സെപ്പറേറ്റ് വയ്ക്കും, മാവും സെപ്പറേറ്റ് വയ്ക്കും. എന്നിട്ട് ദോശക്കല്ലിലേക്ക് മാവ് ഒഴിച്ച ശേഷം അതിൻ്റെ മുകളിൽ ഈ വെജിറ്റബിൾസ് സ്പ്രെഡ് ചെയ്യും. ഞാൻ ഈ രീതിയിലാണ് ചെയ്യാറ്, എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം ഒരു ചമ്മന്തി ഉണ്ടാക്കാം. ഇതേ പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതൊരു തക്കാളി ചമ്മന്തിയാണ്. 2 ചെറിയ സവാളയും 2 ചെറിയ തക്കാളിയും ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചി ഒരുപാടൊന്നും വേണ്ട, വളരെ ചെറിയൊരു കഷ്ണം മതി. പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആദ്യം സവാള ഒന്ന് വഴറ്റാം. സവാള നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ വാടിക്കോട്ടെ. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഇഞ്ചി കൂടി ഒന്ന് ചെറുതായി അരിഞ്ഞിടാം. പച്ചമുളകും ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ വഴറ്റി കൊടുക്കുക. സവാള ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയത്ത് തക്കാളി ചേർക്കാം. കണ്ടോ, ഈ ഒരു പാകമാണ് കറക്റ്റ്. സവാളയുടെ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ ഞാൻ തക്കാളി ഇടാൻ പോകുന്നു. തക്കാളിയും ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. വേണമെങ്കിൽ കുറച്ച് സമയം അടച്ച് വയ്ക്കാം. ഞാനിപ്പോൾ ഇതേതായാലും ഇളക്കി കൊടുക്കുകയാണ്. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും വെന്ത് വരും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഈ മുളക് പൊടിയുടെ പച്ച മണമൊന്ന് മാറുന്ന വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തിടാം. ഇത് നല്ലപോലെ ചൂടാറിയ ശേഷം മിക്സിയിൽ അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതി. ഇനി ഇത് സെപ്പറേറ്റ് ആയിട്ട് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഊത്തപ്പം ഉണ്ടാക്കാം. ഊത്തപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പഴയ ദോശക്കല്ല് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് ഇതിനൊക്കെ കൂടുതൽ നല്ലത്. അല്പം നല്ലെണ്ണ പുരട്ടിയിട്ട് വേണം ഊത്തപ്പത്തിന് മാവ് ഒഴിക്കാൻ. ചിലർ കുറച്ച് കട്ടിയിലാണ് ചെയ്യുക. ഞാൻ അത്ര കട്ടിയിലല്ല ഊത്തപ്പം ഉണ്ടാക്കാറ്. കുറച്ചൊരു മൊരിഞ്ഞ ടെക്സ്ചറാണ് എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടം. ഇതിൻ്റെ മുകളിൽ നല്ലപോലെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ ആരോഗ്യത്തിന് നല്ലതാണ്, അതുകൊണ്ട് ഒട്ടും പേടിക്കണ്ട. ആവശ്യത്തിന് നല്ലെണ്ണയൊക്കെ ഒഴിച്ച് നല്ലോണം മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിടാം. എണ്ണ കുറഞ്ഞാൽ ഊത്തപ്പത്തിൻ്റെ സ്വാദ് കുറയും. അതുകൊണ്ട് നല്ലെണ്ണ ഒഴിക്കാൻ പിശുക്ക് കാണിക്കണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പതുക്കെ ഇരുന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോഴേ നമ്മുടെ സവാളയൊക്കെ നല്ലോണം മൊരിഞ്ഞ് വരൂ. ക്യാരറ്റൊന്നും നമുക്കങ്ങനെ പ്രത്യേകിച്ച് എടുത്തറിയില്ല.
ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതിന് ഒരു എക്സലൻറ്റ് കോമ്പിനേഷനാണ് ഈ തക്കാളി ചമ്മന്തി. ഇത് ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തു നോക്കൂ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്കും തരുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.